ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. ഇന്ന് നമ്മളൊരു ആഫ്റ്റർനൂൺ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഉച്ച മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞാനിപ്പോൾ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ, കുട്ടികളെ സ്കൂളിലേക്ക്. അവിടെ ആർട്സ് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അനാമിന് ഡാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പോണത്. ഇന്നില്ലേ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല വെയിൽ തന്നെയാണ്. പക്ഷേ ഇടയ്ക്കെപ്പോഴൊക്കെയോ മഴയും പെയ്യുന്നുണ്ട്. പുറത്തിറങ്ങിയപ്പോഴാണ് കേട്ടോ മഴ പെയ്തത് കാണുന്നത്. മുറ്റത്തൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ നനഞ്ഞിട്ടുണ്ട്, ചെടിയുമ്പോഴൊക്കെ അങ്ങനെ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ നല്ല ചൂടും വെയിലും ഒക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഉച്ചയ്ക്ക് 1:30 മുതലാണ് കേട്ടോ കുട്ടികൾ ഡാൻസ് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ പാരൻസിനോടൊക്കെ ആ ഒരു സമയമാകുമ്പോഴത്തേന് എത്താനായിരുന്നു സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ഞാനിപ്പോൾ ഏകദേശം 2:30 ആയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് പോന്നപ്പോൾ. ആരൊക്കെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ സ്കൂളിലേക്ക് പോയിരുന്നത്. ഞാനാണെങ്കിൽ ഇന്ന് പോരാനേ പറ്റുമെന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ വൈറൽ ഫീവറായിട്ട് മൊത്തത്തിൽ ക്ഷീണത്തിലാണ് കേട്ടോ. എണീറ്റ് നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ പിന്നെ അനാമനാണെങ്കിൽ ഉള്ള ഡാൻസ് കാണാൻ ഞാൻ വരും വേണം, കുട്ടികൾക്കൊരു സന്തോഷമല്ലേ അതൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ എനിക്ക് എൻ്റെ വ്യൂവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഒരു ഭയങ്കര താങ്ക്സ് പറയാനുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് വ്ളോഗ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ അപ്ലോഡ് ആക്കുന്നത് ഒരു 1 മന്ത് ബ്രേക്കിന് ശേഷമാണ്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ 1-2 ആഴ്ചയൊക്കെ ഓരോ റീസണായിട്ട് ഇങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ പിന്നെ നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വീഡിയോ ഇടുമ്പോൾ വ്യൂസ് വളരെ കുറവായിരിക്കും, സപ്പോർട്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ അതാലോചിച്ചപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി. ഇങ്ങനെ ഡിലേ ആയി 1 മന്ത് വരെ അത് അങ്ങനെ പോയി. പിന്നെ എല്ലാവരും ഇങ്ങനെ കമൻറ്റൊക്കെ ചെയ്ത് കണ്ടപ്പോഴാണ് ഞാൻ വീണ്ടും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ. പക്ഷേ ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള റെസ്പോൺസാണ് എനിക്ക് ആ ഒരു വീഡിയോക്ക് കിട്ടിയത്. ഒരുപാട് വ്യൂസ് വന്നു, അതുപോലെ തന്നെ ഒരുപാട് മെസ്സേജും കമൻസും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിട്ടാ. നല്ലൊരു മോട്ടിവേഷനാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങളെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഞാനിവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ, ഡാൻസ് കോസ്റ്റ്യൂമിലാണ് കുട്ടികളൊക്കെ. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് കേട്ടോ. കാരണം 1:30 ആകുമ്പോഴത്തേന് എന്തായാലും എത്തണം എന്നൊരു പറഞ്ഞതായിരുന്നല്ലോ. ഞാൻ കുറച്ച് ലേറ്റായി പോയി. പക്ഷേ ഞാൻ വന്നപ്പോൾ ഇവരെ ഡാൻസൊന്നും ആയിട്ടില്ല. പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്, പക്ഷേ ഇവരെ ഡാൻസൊന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ 3 ദിവസമാണ് കേട്ടോ ഇവരെ ആർട്സ് ഫെസ്റ്റ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ഡേ കിഡ്സ് ഫെസ്റ്റാണ്. അതായത് KG മുതൽ 2ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പ്രോഗ്രാംസാണ് കേട്ടോ ഇന്നുള്ളത്, സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ. പിന്നെ ഹാദിക്കൊക്കെ അടുത്തിടെയാണ്, ഓനക്ക് ദഫ്മുട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവൾക്ക് ഡാൻസാണുള്ളത്, അനാമിന്. പിന്നെ ഈ കിഡ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷനായിട്ടല്ല, ആദ്യമൊക്കെ കോമ്പറ്റീഷനായിട്ടാണ്, ഇവരത് കോമ്പറ്റീഷനായിട്ടല്ല. കുട്ടികളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചിട്ട് കുറേ ഡാൻസുകൾ ഒക്കെ ടീച്ചേഴ്സ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. കുറച്ച് സമയം ഇരുന്ന് കുട്ടികളെ പ്രോഗ്രാംസൊക്കെ കണ്ടു. നല്ല രസമുണ്ട് കേട്ടോ. മാഷാ അല്ലാ, ടീച്ചേഴ്സൊക്കെ നല്ല എഫേർട്ട് എടുത്ത് കുട്ടികളൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒപ്പനയൊക്കെ നല്ല രസമായിട്ട് തോന്നിയിട്ടാ. അപ്പോൾ അങ്ങനെ ഇവളെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ അധികം പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. 3:30 ആയപ്പത്തിന് ഒരു സ്കൂൾ ടൈം തീരുന്ന രീതിയിലാണ് കേട്ടോ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നത്. കോസ്റ്റ്യൂംസൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയ കുട്ടികളല്ല, അപ്പോൾ യൂണിഫോമും ഒക്കെ മാറിപ്പോവും. അപ്പോൾ ടീച്ചേഴ്സിന് നമ്മൾ പാരൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനും ഒക്കെ ഒരു ഹെൽപ്പായിരിക്കും കേട്ടോ. അതുകൊണ്ട് കൂടിയാണ് പിന്നെ ഞാൻ വയ്യെങ്കിലും പോയത്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ മക്കളൊക്കെ എൻ്റെ കൂടെ തന്നെ കൊണ്ടുവന്നു. ഏതായാലും സ്കൂൾ ടൈം കഴിഞ്ഞുകൊണ്ട് സ്കൂൾ ബസ്സൊക്കെ പോരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ തന്നെ ഹാദിനെയും അനാമിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം വരെ ക്ലാസ്സൊന്നും ഇല്ലാതെ അവിടെ ഫുൾ അലഞ്ഞ് തിരിഞ്ഞ് വന്നുകൊണ്ട് രണ്ടാൾക്കും നല്ല വിശപ്പുണ്ട്. എനിക്കാണെങ്കിൽ ആ നല്ല വെയിലത്ത് നട്ടുച്ചയ്ക്കല്ലേ ഞാൻ പോയത്. ആ പോക്കും വരവും ഇതൊക്കെ കൂടി ആയപ്പോഴത്തേന് എനിക്ക് നല്ല തലവേദനയുണ്ട് കേട്ടോ. ഒന്നാമത് നമ്മൾ ഹെൽത്ത് അത്ര കണ്ടീഷനല്ലല്ലോ. അപ്പോൾ മൊത്തത്തിൽ ഞാനും ഭയങ്കര ടയേർഡാണ്. അപ്പോൾ വന്നപ്പോൾ എനിക്ക് മടി കേട്ടോ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ. ഞാൻ വല്ല ബിസ്ക്കറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ബിസ്ക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ വീക്കിലി ഷോപ്പിങ്ങിന് പോകുന്ന ദിവസമാണ്. അപ്പോൾ ഒരുവിധം ഇങ്ങനത്തെ ഐറ്റംസൊക്കെ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും ഞാൻ ഇവർക്ക് നൂഡിൽസ് ആക്കി കൊടുക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. പൊതുവേ ഇങ്ങനെ എവിടെയെങ്കിലും പോയി വന്നിട്ട് കുക്ക് ചെയ്യലൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത എന്തെങ്കിലും
പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ടൊക്കെ വരിക ചെയ്യൽ സാധാരണ. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് വഴിയിലൊന്നും ഇറങ്ങാനൊന്നും ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കുന്നത് അഗാരോൻ്റെ ഈ ഒരു മൾട്ടിപർപ്പസ് കെറ്റിലാണ് കേട്ടോ. എന്താ ഇങ്ങനെ മടിയൊക്കെ ഉണ്ടാകുന്ന സമയത്തും കുക്ക് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്. നമ്മൾ സ്റ്റൗമ്മിലൊക്കെ ആക്കുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് ഇതിൽ സംഭവം നമുക്ക് റെഡിയായി കിട്ടും ചെയ്യും. അപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്രൈഡ് നൂഡിൽസാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല വെള്ളത്തിന്. പിന്നെ എനിക്കാണെങ്കിൽ ഒരു നല്ലൊരു കോഫി കുടിക്കാനൊരു മൂഡ്. കാരണം ആ തലവേദനയും ഒക്കെ നമ്മളിപ്പോൾ പോയി വന്നതിൻ്റെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആവാനൊരു കോഫിയും കൂടിയും ആക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. ഗ്രേവി ടൈപ്പ് ഐറ്റംസൊക്കെ നമുക്ക് ഈ ഒരു ബൗളിൽ കുക്ക് ചെയ്യാം കേട്ടോ. കുക്കിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ട് കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളാണെങ്കിൽ കൂടി ഇങ്ങനെ കുക്കിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് കയ്യത്ത് അടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് കഴിക്കും. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ലോസൊക്കെ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊണ്ടുവന്ന് വെക്കാഞ്ഞിട്ടാണ് കേട്ടോ. ഇത് ശർക്കര വരട്ടിയാണ്. ഇതിപ്പോൾ ഓണത്തിൻ്റെ സീസൺ ആകുമ്പോൾ പുറത്തിറങ്ങുന്ന ഒരു ഐറ്റമാണല്ലോ. എപ്പോഴും ഷോപ്പിലൊക്കെ ഉണ്ടാവുമെങ്കിലും ഓണാകുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ പുറത്ത് കാണുക. അപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന് വെക്കുന്നതാണ്. എൻ്റെ ഒരു ഫേവറേറ്റും കൂടിയാണ് കേട്ടോ. നമ്മൾ വെള്ളം തളിച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ഫ്രൈഡ് നൂഡിൽസ് ആയതുകൊണ്ട് ഞാൻ കുറച്ചധികം വെള്ളത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ആകെ 2 പാക്കറ്റ് ഇപ്പോൾ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. നമ്മൾക്കിനിപ്പോൾ ഇങ്ങനെ അല്ലാത്ത നോർമൽ ടൈപ്പ് നൂഡിൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വറ്റിച്ചെടുക്കുന്ന ടൈപ്പില്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിൽ മെഷർമെൻറ്റ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം വെച്ചാൽ മതി. ഒരു 4 പാക്കറ്റ് നൂഡിൽസൊക്കെ നമുക്കിതിൽ ഒരേ സമയം കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇത് ഞാൻ അടച്ച് വെച്ചിട്ട് 1ലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുക്കാകട്ടെ. അപ്പോൾ ആ സമയത്തിന് തന്നെ നമ്മളെ പാലൊന്ന് നല്ലോണം തിളച്ച് എനിക്ക് ചെറിയൊരു പണി തരാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ അതിൻ്റെ ലിഡ് മാറ്റിയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നില്ല. ഈ സ്റ്റൗമ്മ കൂടെയൊക്കെ പാല് തിളച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പണിയാണല്ലേ ക്ലീനാക്കാൻ. എനിക്കിഷ്ടമല്ല ചായയും കോഫിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. ഇത് ചിലപ്പോൾ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തിളക്കില്ല, നമ്മളൊന്നങ്ങോട്ട് തിരിയുമ്പോഴത്തിന് തിളച്ചതിലൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ ഈ സ്റ്റൗവിൻ്റെ ഹോൾ അടഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. ഇങ്ങനെ ഈ ഹോപ്പ് ടൈപ്പ് ആകുമ്പോൾ പാലൊക്കെ തിളച്ച് പോകുന്നത് നല്ലോണം ശ്രദ്ധിക്കും വേണം. നൂഡിൽസ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാക്കറ്റ് മസാലയൊക്കെ ഇതിലേക്ക് തന്നെ പൊട്ടിച്ച് മിക്സ് ആക്കുന്നതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിൽ തന്നെ മിക്സ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ടൈപ്പിന് അങ്ങനെ ആവശ്യമില്ല. ഇന്ന് ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തന്നെ കോഫി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മഗിൽ അത്യാവശ്യം വലിയ സൈസ് തന്നെയാണിത്. 400 ml ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. പക്ഷേ ഇതിലൊന്നും ഞാൻ കോഫി ചായ ഒന്നും അങ്ങനെ ഈ മഗിൽ കുടിക്കലില്ല. പക്ഷേ എന്താ പറയുക, ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി. ഞാൻ നല്ല ക്ഷീണമുണ്ട് പറഞ്ഞില്ല, അപ്പോൾ അത് വേണ്ടി വരും തോന്നി. അപ്പോൾ ഇതിനിതാ നമ്മളെ നൂഡിൽസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഈ ഒരു കെറ്റിൽ യൂസ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ഒരുപാട് കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഞാനിത് കുട്ടികൾക്കും നല്ല കൺവീനിയൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം. കണ്ട ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഇപ്പോൾ എന്താ പറയുക, നല്ല തിളച്ച് നിൽക്കുന്ന ടൈമല്ലേ, പക്ഷെ എന്നാലും പുറത്തൊന്നും ചൂടില്ല കേട്ടോ. നമുക്ക് തൊടാനും ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഉള്ളിൽ ആ ഒരു സ്റ്റീലിൻ്റെ പോർഷൻ ചൂടുണ്ടാവും. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. നമ്മൾക്ക് പൗഡറൊക്കെ മിക്സാക്കി പാക്കറ്റിൽ തന്നെ വരുന്ന പൗഡറും പിന്നെ സോസും ഓയിലും ഒക്കെ തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. ചിലവരൊന്നും അത് തീരെ യൂസ് ആക്കലില്ല എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. ഹെൽത്ത് വൈസൊക്കെ നല്ലോണം നോക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് കൊടുക്കൽ. അത് ഞാനിതിനെ പ്രൊമോട്ട് ചെയ്യല്ല കേട്ടോ. ഇതത്ര ഹെൽത്തി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല ഈ പൗഡറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണത്. പക്ഷേ ഞാനിത് യൂസ് ചെയ്യലുണ്ട് കേട്ടോ. ഇതിട്ട് തന്നെയാണ് കൊടുക്കൽ. പിന്നെ എന്താ പറയുക, നമ്മളെപ്പോഴും അങ്ങനെ നൂഡിൽസ് കൊടുക്കലില്ല. പക്ഷേ ഞാൻ എപ്പോഴും ഇത് സ്റ്റോർ ചെയ്യും കേട്ടോ. എമർജൻസി സിറ്റുവേഷനിൽ നമുക്കിത് വേണ്ടി വരും. ഞാനിന്ന് ഇവരോട് പാൻ കേക്ക് ഉണ്ടാക്കി തരാമെന്നായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിന്. അവർക്ക് രാവിലെ തന്നെ ഓരോന്ന് ചോദിക്കും, എന്താ ഈവനിങ് സ്നാക്ക് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാൻ കേക്ക് ഉണ്ടാക്കുക. അത് ഉണ്ടാക്കാനും ഈസിയാണ്, ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ വന്നപ്പോൾ പിന്നെ എനിക്ക് അതിന് പാത്രം പരത്തലും ഉണ്ടാക്കലൊക്കെ മടിയായി തോന്നിയതുകൊണ്ടാണ് ഞാൻ പിന്നെ നൂഡിൽസുമൊക്കെ ആക്കിയത്. നൂഡിൽസുകൾക്ക് ഇഷ്ടം തന്നെയാണ്, പക്ഷേ എന്നാലും പാൻ കേക്ക് അവർക്ക് അതിനേക്കാളും ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നൂഡിൽസ് ആക്കിയപ്പോൾ രണ്ടാൾക്കും വലിയൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അമ്മക്ക് വയ്യാത്തതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞൊന്ന് സോപ്പിട്ട് നല്ല രീതിയിലൊന്ന് അടിപൊളിയായിട്ട് സെർവ് ചെയ്തൊക്കെ കൊടുത്തപ്പോൾ ഓരും ഹാപ്പി ആയിട്ടാ.
അപ്പോൾ അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ കോഫി ആയിട്ട് എൻ്റെ ഫേവറേറ്റ് പ്ലേസിൽ വന്നതാണ് കേട്ടോ. ഈ വീട്ടിൽ ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. എനിക്ക് മെൻ്റലി നല്ല റിലീഫ് കിട്ടും ഇവിടെ ഇരിക്കുമ്പോൾ. ഞാൻ മൊത്തത്തിൽ നമുക്ക് എന്തെങ്കിലും ടെൻഷനോ നെഗറ്റീവ് തോട്ട്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം പോയി എന്താ പറയുക ഭയങ്കര ഒരു റിഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്യും കേട്ടോ എനിക്കിവിടെ ഇരിക്കുമ്പോൾ. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്കിഷ്ടമാണ് ഇവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചിരിക്കാൻ. നല്ല തന്നെ അധികം നേരമാക്കി ആയിരിക്കട്ടെ ഇവിടെ കമ്പനിക്ക് ഉണ്ടായാൽ. പിന്നെ ഇനിയിപ്പോൾ ഒറ്റക്കാണെന്നുണ്ടെങ്കിലും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യും കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ എന്താ പറയുക ഇന്നാണെങ്കിലോ അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരുന്നപ്പോൾ. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു തലവേദനയും കാര്യങ്ങളൊക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ലടോ. നമുക്കൊരു ഓണം ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് ODF ടീമാണ്, അതായത് നമ്മളെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്ത ടീമാണ് കേട്ടോ ഈ ഓണം ഗിഫ്റ്റ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഓണത്തിനൊരു ഗിഫ്റ്റ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇപ്രാവശ്യത്തെ ഗിഫ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഐറ്റംസാണ് കേട്ടോ ഉണ്ടായിന്. ഈ എന്താ പറയുക ചിപ്സും ശർക്കരപ്പേരിയൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. അതിൻ്റെ പുറമെ അത് വന്നിട്ടുള്ള ബോട്ടിലുകളാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കണ്ടെയ്നേഴ്സിലാക്കിയിട്ടാണ് അവരത് അയച്ചു തന്നിട്ടുള്ളത്. പിന്നെ അതാ ഒരു പാലട പായസത്തിൻ്റെ മിക്സും കൂടിയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നിപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിൻ്റെ ദിവസമാണ്. അപ്പോൾ ഈ പാലൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ പാലൊന്നും സ്റ്റോക്കില്ല. പിന്നെ ഈ ഒരു ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി നമ്മളടുത്ത് ഇങ്ങനത്തെ ബോട്ടിൽ തന്നെയാണ് നമ്മൾ കോഫി ഷുഗറും പിന്നെ എന്താ പറയുക ടീ ഒക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കണ്ടിട്ടില്ലേ. അപ്പോൾ അതന്നെ സെയിം ബോട്ടിൽ തന്നെയാണ് കേട്ടോ അവരും തന്നിട്ടുണ്ടായിന്. ഈ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണല്ലേ. അതും ഇതുപോലെ ഒരു ഓണം കാർഡൊക്കെ ഉണ്ട് കേട്ടോ, ഓണം വിഷിൻ്റെ ഒരു കാർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടൊരു ഹാമ്പറാക്കിയിട്ടൊക്കെ തരുമ്പോൾ നല്ല രസമാണല്ലേ. അപ്പോൾ ഒരുപാട് താങ്ക്സ് ODF ടീമിന്, അതുപോലെ തന്നെ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഹാപ്പി ഓണം. ഇതിപ്പോൾ അന്ന് നമ്മൾ മഗ്‌രിബിനൊക്കെ ശേഷം ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ് കേട്ടോ. നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ്, വീക്ക്ലി ഷോപ്പിംഗ്. അപ്പോൾ ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്ന ദിവസമാണ്. പക്ഷേ എനിക്ക് ഇന്നത്തെ മൊത്തത്തിലൊരു ഹെൽത്ത് കണ്ടീഷൻ മോശമായതുകൊണ്ട് ഞാൻ താരാക്കാനോട് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇന്ന് പോകണ്ട, നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാമെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. പക്ഷേ താരാക്ക കുറച്ച് നേരത്തെ വന്നു. അപ്പോൾ പിന്നെ കോഫിയൊക്കെ കുടിച്ചപ്പോൾ തന്നെ ഞാനും ഒന്ന് റെഡിയായി. അപ്പോൾ എന്നാൽ ഏതായാലും ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഓണത്തിൻ്റെ വൈബൊന്നും അറിയണില്ല കേട്ടോ. പക്ഷേ പുറത്തേക്കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാലാണ്, ടൗണിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ മൊത്തം കേരള മോഡലിൽ, പിന്നെ ഷോപ്പുകളാണെങ്കിലോ മൊത്തം കേരള ഡ്രസ്സ്. ഇപ്പോൾ കഴിഞ്ഞ മാസം തൊട്ട് തന്നെ ഉണ്ട് കേരള മോഡൽ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ വെച്ചിട്ട്. പിന്നെ കുറേ ഫ്ലവറിൻ്റെ ഷോപ്പുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഈ ഓണം ബേസ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ മൊത്തത്തിലൊരു ഓണം മയാണ് കേട്ടോ. നമ്മൾ ജാംജുമിൽക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ ആണെങ്കിലും ഇവിടെ നല്ല എല്ലാ ഷോപ്പുകളിലും ഓണം ഓഫറുകളും നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഓൾറെഡി ഒരു വീക്ക്ലി പർച്ചേസാണ്. ആ ഒരു ഗ്രോസറി, വെജിറ്റബിൾസ് അങ്ങനെ എല്ലാ ഐറ്റംസുകളും ലിസ്റ്റാക്കിയിട്ട് വന്നിട്ട് ഒരു വീക്കിലേക്ക് വേണ്ടിയതൊക്കെ ഒരുമിച്ച് ആണ് നമ്മൾ ഷോപ്പ് ചെയ്യൽ ജാംജുമിൽ തന്നെ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഞാൻ വന്നപ്പോൾ ഇവിടെ ഓണം ഓഫറും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ ഐറ്റംസുകൾ ഓഫറിലുണ്ട് കേട്ടോ. ചിലതൊന്നും ഒരു ഓഫർ പ്രൈസൊക്കെ ഇട്ടേക്കണമെങ്കിലും അത്ര വലിയ ഓഫറായിട്ടൊന്നുമല്ല. പക്ഷേ എന്നാൽ ചിലതൊക്കെ നല്ല ഓഫറായിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലിസ്റ്റിൽ സാധനങ്ങളൊക്കെ ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് 1 വീക്കിന് ആവശ്യമുള്ളത്. അപ്പോൾ അതിൻ്റെ പുറമെ എന്താ പറയുക, ചിലതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഐറ്റംസുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനത്തൊക്കെ അരിപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, പുട്ടുപൊടി ഇങ്ങനത്തൊക്കെ നല്ല റേറ്റ് കുറവിലുണ്ട്. അപ്പോൾ അങ്ങനത്തൊക്കെ നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലും നല്ല ഓഫറുണ്ട് കേട്ടോ. പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത കുറച്ച് ദിവസങ്ങളിലായിട്ട് ആർട്സ് ഫെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഓണം സെലിബ്രേഷനാണ്. പിന്നെ വെക്കേഷനും സ്റ്റാർട്ട് ആവുമല്ലോ. അപ്പോൾ ഈ ഒരു ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് ആദ്യക്ക് അവിയലൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണം സ്കൂളിലേക്ക്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വെജിറ്റബിൾസും എല്ലാം ഞാൻ ലിസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുമിച്ചാണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരാഴ്ചയ്ക്ക് നമുക്ക് വേറെ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് വെക്കുന്നതിനനുസരിച്ച് വെജിറ്റബിൾസും എല്ലാം അനാമ കൊണ്ടുപോയി പ്രൈസ് ടാഗൊക്കെ അടുപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്.
അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വന്നപ്പോൾ. കാരണം നമ്മൾ നേരത്തെ പോയെങ്കിലും നമുക്ക് ടെക്സ്റ്റൈൽസിലും ഒക്കെ പോകേണ്ടിണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ പോയിട്ട് ആരക്കാണ്ട് അവിടെ നമ്മൾ തറവാട്ടിലൊക്കെ പോയിട്ടാണ് ഞങ്ങൾ പിന്നെ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തിയപ്പോൾ. അപ്പോൾ പൊതുവേ ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും നമ്മൾ ടയേർഡായിട്ടുണ്ടാവും. പിന്നെ വന്ന അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും ഇരിക്കലില്ല കേട്ടോ. ആ ഡ്രസ്സ് ചേഞ്ച് ആക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ആ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പെട്ടെന്ന് ഓർഗനൈസ് ചെയ്ത് അവിടെ ക്ലീനാക്കിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ ഇത് നമുക്ക് ഭയങ്കര പണിയായിട്ട് തോന്നും. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ടയേർഡായിട്ടാണ് നിൽക്കുന്നത്, എന്നാൽ കൂടി ഇത് നമുക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ അത് അതിൻ്റേതായിട്ടുള്ള ബോട്ടിലുകളിലും പിന്നെ ഫ്രിഡ്ജിൽക്കും ഒക്കെ ഉള്ളതൊക്കെ അതിൻ്റെ രീതിയിൽ തന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു റാഹത്താവും അതെല്ലാം കൂടി. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ നോക്കുക. ഒപ്പം ഫുഡും കൂടി നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്കുള്ള ചോറും കറിയും അതൊക്കെ തന്നെയാണ് നമ്മൾ രാത്രി ഡിന്നറിന് നമ്മൾ തന്നെയാണ് കഴിക്കണത്. പക്ഷെ മീൻ പൊരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ വേഗം മീൻ പൊരിക്കാൻ ഇട്ടിട്ടാണ് കേട്ടോ ഇതൊക്കെ എടുത്ത് വെക്കുന്നത്. എന്നാൽ പിന്നെ ആ പണി കഴിയുമ്പോഴത്തേന് ഇതും റെഡി ആയിക്കോളല്ലോ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ഫുഡും കൊടുക്കുക. അടുത്ത ദിവസം കുട്ടികൾക്ക് പ്രോഗ്രാമുണ്ട് സ്കൂളിൽ, അപ്പോൾ അവർക്കൊക്കെ നേരത്തെ പോവും വേണം. പിന്നെ ഇപ്പോൾ ആർട്സ് ഫെസ്റ്റൊക്കെ ആയതുകൊണ്ട് ഒരു സമാധാനമുണ്ട്, നമുക്ക് കുട്ടികൾക്ക് പഠിക്കാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഹോംവർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗം നമുക്ക് നോക്കണ്ട, ഫ്രീ ആയിരുന്നു. നമ്മൾ ഫ്രിഡ്ജൊക്കെ ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരുപാട് പേര് കുറേ ഫ്രിഡ്ജിനെ പറ്റിയിട്ടൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഞാനതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാം. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തു വെക്കലൊക്കെ കഴിഞ്ഞു, ഭക്ഷണം കഴിക്കലും കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം കിച്ചൺ ക്ലീനിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ കൊണ്ടുവന്ന മുട്ട എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ മൊത്തത്തിലൊന്ന് വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്ത് വെക്കണം എന്നുള്ളതുകൊണ്ടാണ് അത് ഏറ്റവും ലാസ്റ്റിക്ക് വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ ഞാനിങ്ങനെ ഈ ഒരു ഡ്രെയിനറിലാക്കിയിട്ട് സിങ്കിൽ തന്നെ വെക്കലാണ് കേട്ടോ. എന്നാൽ പിന്നെ രാവിലെ ആകുമ്പോഴത്തേന് ഡ്രെയിൻ ആയിക്കോളും. അതിനുശേഷം നമുക്ക് എടുത്ത് വെച്ചാൽ മതി. പിന്നെ എന്താ പറയുക, ഈ ഒരു ബൗള് ഇപ്പോൾ ഞാൻ എഗ്ഗ് ഇട്ട് വെച്ച ബൗളില്ലേ, ആ ഒരു ബൗൾ ഈ സിങ്കിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് കേട്ടോ. എല്ലാവരും ചോദിക്കലുണ്ട് ഇതിൻ്റെ കൂടെ ആക്സസറീസ് ഒന്നും ഇല്ലയെന്ന്. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. ഞാനിത് എപ്പോഴും യൂസ് ചെയ്യലില്ല. അപ്പോൾ ഇനി മൊത്തത്തിലൊന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുക. ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസും വ്ലോഗുകളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.